നഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു മദ്യപന്റെ വീട്ടിലെ അവന്റെ അമ്മയുടെ കണ്ണീരോളം വരില്ല മറ്റുള്ളവരുടെ യാതൊന്നും. ഒരു മദ്യപന്റെ വീട്ടിലെ ഭാര്യയുടെ ദീനരോധനത്തോളം വരില്ല ലോകത്ത് മറ്റൊന്നും. ഒരു മദ്യപന്റെ വീട്ടിലെ ആ പിഞ്ചുകുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നതായ അവരുടെ ധീനതയുടെ ദൈന്യതയുടെ ആ വന്യമായ രൂപത്തോളം വരില്ല ലോകത്ത് മറ്റൊന്നും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ട ഈ ഹ്രസ്വചിത്രം മദ്യനിരോധനത്തിന്റെ പ്രാരംഭഘട്ടമായിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ പരിഗണിക്കാം. ഇന്ത്യ രാജ്യത്തിന്റെ മഹാത്മാവ് അവസാന ശ്വാസം ഈ ലോകത്ത് നിന്ന് പിടഞ്ഞു വീഴുമ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചത് മദ്യമില്ലാത്തൊരു നാടിനെയാണ്. പ്രവാചകന്മാരും മാമുനികളും മഹാമാനുഷികളുമെല്ലാം പണിയെടുത്തതും മദ്യമില്ലാത്ത മദ്യവർജിതമായ മദ്യനിരോധിതമായ ഒരു നാടിനെയാണ്. അവിടെയാണ് സമാധാനം ഉണ്ടാവുള്ളൂ, അവിടെയാണ് സ്വാസ്ഥ്യം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞ മാതിരി സുഹൃത്തുക്കളെ, ഈ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം എന്ന കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്. അതിനോട് എനിക്ക് ഒട്ടും താല്പര്യവുമില്ല. മദ്യമില്ലാത്തൊരു നാടിന് വേണ്ടി എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭരണകൂടവും മതമേലധ്യക്ഷന്മാരും ഇവരെല്ലാം എന്ത് മൗനത്തിന്റെ വാത്മീകത്തിൽ ഒളിച്ചിരിക്കുക. അവരൊക്കെ പുറത്തു വന്ന് ഈ ജനങ്ങളെ സംബോധിതരാക്കട്ടെ. അതിനുവേണ്ട ഭരണകൂടം അതിനുവേണ്ട നിയമങ്ങൾ ഉണ്ടാക്കട്ടെ, അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാക്കട്ടെ. മദ്യമില്ലാത്തൊരു നാട്, മദ്യമില്ലാത്തൊരു രാജ്യം, അതാണ് സമാധാനം ഉണ്ടാകുകയുള്ളൂ. അതിനുവേണ്ടി ദൈവം തുണക്കട്ടെ എന്ന് ആത്മാർത്ഥ